പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. അനധികൃത കുടിയേറ്റക്കാരായ 205 ഇന്ത്യക്കാരെ തിരിച്ചയച്ച് US. സൈനിക വിമാനത്തിലാണ് ഇവരെ തിരിച്ചയച്ചത്. അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടക്കുന്നു. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെയും വഹിച്ചുകൊണ്ടുള്ള സൈനിക വിമാനം ടെക്സസിലെ സാൻ അന്റോണിയോയിൽ നിന്ന് പുലർച്ചെ 3 മണിയോടെ പുറപ്പെട്ടതായാണ് വിവരം. 24 മണിക്കൂറിനുള്ളിൽ ഇവർ ഇന്ത്യയിലെത്തുമെന്നാണ് സൂചന. അതിർത്തികൾ അമേരിക്ക ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണെന്നും കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുകയാണെന്നും ഡൽഹിയിലെ US എംബസി വക്താവ് പറഞ്ഞു. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം നാടുകടത്തപ്പെടുന്ന ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരുടെ ആദ്യ ബാച്ചാണിത്. കഴിഞ്ഞ വർഷം ഏകദേശം 20,000-ഓളം ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെയാണ് US ഇമിഗ്രേഷൻ അതോറിറ്റി നാടുകടത്താൻ തയ്യാറെടുക്കുന്നത്. ഏകദേശം 75,000-ഓളം ഇന്ത്യക്കാർ അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നുണ്ടെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE ദിർഹത്തിന്റെ വിനിമയ നിരക്ക് കുതിച്ചുയർന്നു. നാട്ടിലേക്ക് പണം അയക്കാൻ പ്രവാസികൾക്ക് ഇത് അനുയോജ്യമായ സമയം. ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതോടെ ഗൾഫ് കറൻസികൾക്ക് മൂല്യം അതിവേഗം ഉയർന്നു. ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തിയത്. ഒരു UAE ദിർഹത്തിന് 23 രൂപ 75 പൈസയാണ് ഇന്നലെ ലഭിച്ചത്. ഗൾഫ് കറൻസികളുടെ മൂല്യം വർദ്ധിച്ചതോടെ നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ തിരക്ക് കൂടി. 1000 ദിർഹം അയക്കുന്നവർക്ക് നാട്ടിൽ 23,750 രൂപ ലഭിക്കും. US ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ ഉൾപ്പെടെ നിരവധി കറൻസികളുടെ വില ഇടിഞ്ഞു. രൂപയുടെ റെക്കോർഡ് താഴ്ചയിൽ ഡോളർ 87 രൂപ 62 പൈസ എന്ന നിലയിലെത്തി. അതേസമയം രൂപയുടെ മൂല്യം കുറഞ്ഞത് നാട്ടിൽ വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന ആശങ്കയിലാണ് പ്രവാസികൾ. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പരിഷ്കാരങ്ങൾ അടക്കമുള്ള കാരണങ്ങളാണ് രൂപയുടെ മൂല്യമിടിച്ചത്. ചൈന, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കമാണ് രൂപയുടെ തകർച്ചയ്ക്ക് പ്രധാനമായും കാരണമായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാനഡയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വീടുകൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്നു. 55% പേർക്കും അനുയോജ്യമായ താമസ സൗകര്യം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നതായി റിപ്പോർട്ട്. കാനഡയിലെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായം വലിയ നയമാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പാർപ്പിടക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ട്. തോംസൺ റിവേഴ്സ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സർവേയിൽ 55% അന്തർദേശീയ വിദ്യാർത്ഥികളും അനുയോജ്യമായ ഭവനത്തിന് ബുദ്ധിമുട്ടുന്നതായി കണ്ടെത്തി. സമീപ വർഷങ്ങളിലെ ഗണ്യമായ വർധനവാണിത്. വിദ്യാർത്ഥികളുടെ പെർമിറ്റുകൾ പരിമിതപ്പെടുത്തുന്ന പുതിയ ഇമിഗ്രേഷൻ നയങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുന്നു. ബിരുദ പ്രവേശനം 2024 35% കുറഞ്ഞിരുന്നു. ഈ വർഷം ഇത് 10% കുറയും. താങ്ങാനാവുന്ന വിലയുള്ള ഭവനങ്ങളുടെ കുറവ് വെളിപ്പെടുത്തുക മാത്രമല്ല, വ്യാപകമായ വംശീയ വിവേചനം സർവേയിൽ തുറന്നുകാട്ടുകയും ചെയ്യും. കാനഡയിലെ വാടക വിപണിയിൽ പല വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് ഇന്ത്യയിലും ചൈനയിൽ നിന്നുമുള്ളവർ, വ്യവസ്ഥാപരമായ വംശീയത അനുഭവിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക അസ്ഥിരത സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഏകദേശം 1/3 അന്തർദേശീയ വിദ്യാർത്ഥികളും അവരുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നു. അപര്യാപ്തമായ പിന്തുണയും വർദ്ധിച്ചുവരുന്ന ചെലവുകൾ കൈകാര്യം ചെയ്യുന്നതിലെ അനിശ്ചിതത്വവും അവർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈത്ത് സ്വദേശിവൽക്കരണ നടപടികൾ കർശനമാക്കുന്നു. വലിയൊരു വിഭാഗം പ്രവാസികളുടെ സേവനങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു. കുവൈറ്റിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മലയാളികൾ ഉൾപ്പെടെ വലിയൊരു വിഭാഗം പ്രവാസികളുടെ സേവനം അവസാനിപ്പിച്ചതായി സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു. എന്നാൽ സർക്കാർ ഏജൻസികളുടെ റീപ്ലേസ്മെന്റ് പോളിസിയിൽ കുവൈറ്റി സ്ത്രീകളുടെ മക്കളെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ബ്യൂറോ വ്യക്തമാക്കി. സർക്കാർ ജോലിയുള്ള ഒരു പ്രവാസിയുടെയും കരാർ മാർച്ച് 31 ശേഷം പുതുക്കില്ല. ചില സർക്കാർ ഏജൻസികളിൽ കുവൈറ്റികളല്ലാത്തവരുടെ പുതുക്കൽ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിനെ പരാമർശിച്ച് സിവിൽ സർവീസ് ബ്യൂറോ പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. 2017 11-ാം നമ്പർ സിവിൽ സർവീസ് കൗൺസിൽ പ്രമേയം അനുസരിച്ചാണ് എല്ലാ സർക്കാർ ഏജൻസികളിലും മാറ്റി സ്ഥാപിക്കൽ നയം നടപ്പിലാക്കുന്നത് തുടരുകയാണെന്ന് ബ്യൂറോ വ്യക്തമാക്കിയത്. ഓരോ തൊഴിൽ ഗ്രൂപ്പിനും നിശ്ചയിച്ചിട്ടുള്ള ശതമാനം അനുസരിച്ച് എല്ലാ സർക്കാർ ഏജൻസികളിലും റീപ്ലേസ്മെന്റ് പോളിസി നടപ്പിലാക്കുന്നത് തുടരും. കേന്ദ്ര തൊഴിൽ പദ്ധതിക്ക് അനുസൃതമായി കുവൈത്തികളായ ജീവനക്കാരെ നിയമിക്കുന്ന നടപടികൾ ഊർജിതമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയിൽ നിയമലംഘകരെ കണ്ടെത്താൻ കർശന പരിശോധന. ഒരു മാസത്തിനിടെ അറസ്റ്റിലായത് 6000 പേർ. രാജ്യത്ത് പൊതുമാപ്പ് അവസാനിച്ചതിന് ശേഷം നടത്തിയ പരിശോധനയിൽ 6000 നിയമലംഘകരാണ് അറസ്റ്റിലായത്. ഡിസംബർ 31-നാണ് പൊതുമാപ്പ് അവസാനിച്ചത്. നിയമലംഘകരായി UAEയിൽ താമസിക്കുന്നവർക്ക് ശിക്ഷ കൂടാതെ താമസം നിയമവിധേയമാക്കാനോ രാജ്യം വിടാനോ ഉള്ള അവസരമാണ് പൊതുമാപ്പിലൂടെ നൽകിയത്.
2.5 ലക്ഷത്തോളം പേരാണ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയത്. പൊതുമാപ്പ് കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് നിയമലംഘകരായി കഴിയുന്നവർ പിഴ നൽകേണ്ടി വരും. താമസ കുടിയേറ്റ നിയമലംഘകർ പിടിക്കപ്പെട്ടാൽ നിയമവിരുദ്ധ കാലയളവിലെ മുഴുവൻ പിഴയും അടയ്ക്കണം. ആജീവനാന്ത പ്രവേശന വിലക്കും നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പരിഷ്കരിച്ച മെട്രാഷ് ആപ്പ് പുറത്തിറക്കി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഉപയോക്തൃ സൗഹൃദ അനുഭവത്തിനായി പുതിയ ഫീച്ചറുകൾ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉപയോക്താക്കളുടെ വിവരങ്ങളിലേക്കും നടപടിക്രമങ്ങളിലേക്കുമുള്ള ആക്സസ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള സൗകര്യമാണ് മെട്രാഷ് ആപ്പിൽ ഉൾപ്പെടുത്തിയത്.